ഡിഫറൻസ് ബിറ്റ്വീൻ പ്രെഡിക്കേറ്റ് ലോജിക്കും പ്രൊപ്പോസിഷണൽ ലോജിക്കും. പ്രൊപ്പോസിഷണൽ ലോജിക്കാണ് PL എന്ന് പറഞ്ഞ് എഴുതുന്നത്. അതുപോലെ FOPL എന്ന് പറഞ്ഞ് എഴുതുന്നത് പ്രെഡിക്കേറ്റ് ലോജിക്കാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, മിക്കവാറും റിപ്പീറ്റഡുമാണ്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് പറയുന്നത്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസീവ്നെസ്. എക്സ്പ്രസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു റെപ്രസെൻറ്റേഷൻ സ്കീമും എന്താണ് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പക്ഷേ നമുക്ക് പ്രൊപ്പോസിഷണൽ ലോജിക്ക് ഉപയോഗിച്ചിട്ട് എല്ലാം നന്നായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാ കൺസെപ്റ്റും. അത് ഇറ്റ് ഈസ് ടു കോഴ്സ് ടു ഈസിലി ഡിസ്ക്രൈബ് പ്രോപ്പർട്ടീസ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ലാക്സ് ദ സ്ട്രക്ചർ ടു എക്സ്പ്രസ് റിലേഷൻഷിപ്പ് ദാറ്റ് എക്സിസ്റ്റ് എമംഗ് 2 or more entities. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടി നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല പ്രൊപ്പോസിഷൻ ലോജിക്ക് ഉപയോഗിച്ച്. അതുപോലെ തന്നെ രണ്ടോ അതിൽ കൂടുതൽ ഒബ്ജക്ട്സ് തമ്മിലുള്ള റിലേഷൻസും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പ്രൊപ്പോസിഷണൽ ലോജിക്കിൻ്റെ സ്ട്രക്ചർ ഉപയോഗിച്ച് പറ്റത്തില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊപ്പോസിഷൻ ലോജിക്ക് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജനറലൈസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റത്തില്ല ക്ലാസസിനെ കുറിച്ച്. സാധാരണ നമുക്ക് ക്ലാസസ് ഓഫ് സിമിലർ ഒബ്ജക്ട്സിനെ എന്ത് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. പക്ഷേ പ്രൊപ്പോസിഷൻ ലോജിക്ക് വെച്ചിട്ട് ഇത് പറ്റത്തില്ല. ഈ 3 സീരിയസ് ലിമിറ്റേഷൻ കാരണമാണ് എന്ത് വേണ്ടി വന്നത്, റിയൽ വേൾഡ് എൻറ്റിറ്റീസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണ്ടി വന്നത്, പ്രെഡിക്കേറ്റ് ലോജിക്ക് വേണ്ടി വന്നത്. ഉദാഹരണത്തിന് നമുക്ക് ഈ പറയുന്ന 2 സെൻറ്റൻസിൽ നിന്ന് എന്ത് കൺക്ലൂഷനിലെത്തണം? ജോൺ എന്ന് പറഞ്ഞ ആൾ എന്തായാലും പാസ്കൽ എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ ലാംഗ്വേജ് പഠിച്ചിരിക്കണം. അതിന് തരേണ്ട 2 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഓൾ സ്റ്റുഡൻസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് മസ്റ്റ് ടേക്ക് പാസ്കൽ, ജോൺ ഈസ് എ കമ്പ്യൂട്ടർ സയൻസ് മേജർ. അപ്പോൾ മനുഷ്യനാണെങ്കിൽ മനസ്സിലാവും എന്താണ്, ജോൺ എന്തായാലും പാസ്കൽ പഠിച്ചിട്ടുണ്ടായിരിക്കുന്നു. പക്ഷേ നമുക്ക് പ്രൊപ്പോസിഷൻ ലോജിക്ക് ഉപയോഗിച്ച് ഈ സെൻറ്റൻസുകൾ നേരെ റെപ്രസെൻറ്റ് ചെയ്ത് ഈ ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കൺക്ലൂഡ് ഇൻ പ്രൊപ്പോസിഷൻ ലോജിക് ദാറ്റ് ജോൺ മസ്റ്റ് ടേക്ക് പാസ്കൽ സിൻസ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഡസ് നോട്ട് ഒക്കർ ആസ് പാർട്ട് ഓഫ് ദ ഫസ്റ്റ് വൺ. എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തേലും ആദ്യത്തേലും പാസ്കൽ എന്ന് പറഞ്ഞ വാക്കൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പ്രൊപ്പോസിഷൻ ലോജിക്കിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിപ്പീറ്റ് ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഒരിക്കലും അത് കൺക്ലൂഷനിലെത്താൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് പറ്റും, ഇനി വാലിഡ് ആയിട്ടുള്ള ഇൻഫറൻസ് റൂൾ വെച്ച് ഇനി ഒരു കൺക്ലൂഷനിൽ എത്തണമെങ്കിൽ ഇതൊക്കെ വേറെ ഒരുപാട് രീതിയിൽ ഇത് നമ്മൾ മാറ്റി എഴുതേണ്ടി വരും. ഇനി ഈ പ്രൊപ്പോസിഷൻ ലോജിക്കിൻ്റെ എക്സ്പ്രസീവിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത ലാംഗ്വേജാണ് എന്ത്, ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്ക്. അപ്പോൾ ആ ലോജിക്കാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് എക്സ്റ്റെൻഡ് ദ എക്സ്പ്രസീവ്നെസ് ഓഫ് പ്രൊപ്പോസിഷണൽ ലോജിക്. അതിനുവേണ്ടി കൊണ്ടുവന്നതാണ് എന്ത്, ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്ക്. It is a generalization of propositional logic that permits reasoning about world objects as relational entities as well as classes or subclasses of objects. അതെങ്ങനെയാണ് ഓരോ ഒബ്ജക്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നത്? വേണമെങ്കിൽ റിലേഷൻസ് വെച്ച് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ക്ലാസിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഒരു സബ് ക്ലാസിൻ്റെ പ്രത്യേകതകളായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ, റിലേഷണൽ എൻറ്റിറ്റീസ്, ക്ലാസസ് ഓർ സബ് ക്ലാസസ് ഓഫ് ഒബ്ജക്ട്സ് വച്ചിട്ട് റീസൺ ചെയ്യാൻ കൊണ്ടുവന്ന ലോജിക്കാണ് എന്ത്, ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്. അതിന് നമുക്ക് എന്ത് പറയാം, ജനറലൈസേഷൻ ഓഫ് പ്രൊപ്പോസിഷണൽ ലോജിക് എന്ന് പറയാം. തിരിച്ച് നമുക്ക് എന്ത് പറയാം, പ്രൊപ്പോസിഷണൽ ലോജിക് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക് എന്നും പറയാം. ഇനി ദിസ് ജനറലൈസേഷൻ കംസ് ഫ്രം ദ ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രെഡിക്കേറ്റ്സ് ഇൻ പ്ലേസ് ഓഫ് പ്രൊപ്പോസിഷൻ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്കിൽ എന്താണുള്ളത്, പ്രൊപ്പോസിഷന് പകരം എന്ത് വരും, പ്രെഡിക്കേറ്റ്സ് വരും. പിന്നെ എന്ത് വരും, ഫങ്ഷൻസ് വരും. പിന്നെ എന്ത് വരും, വേരിയബിൾസ് വരും. അതുപോലെ ക്വാണ്ടിഫയേഴ്സ് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് വരും, പ്രെഡിക്കേറ്റ്സ്, ഫങ്ഷൻസ്, വേരിയബിൾസ്, ക്വാണ്ടിഫയേഴ്സ്, ഇതെല്ലാം കൊണ്ടുവരുന്ന ഒരു ലോജിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്കാണ്. ഇനി സിൻടാക്സ് ഫോർ FOPL ലൈക്ക് PL ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ അലോവബിൾ സിംബൽസ് ആൻഡ് റൂൾസ് ഓഫ് കോമ്പിനേഷൻ. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും എന്താണ്, ഏതൊക്കെ വാക്കുകൾ എങ്ങനെയൊക്കെ എഴുതാൻ, ശരിക്കും അതിൻ്റെ കറക്റ്റ് ഗ്രാമർ ഇല്ലേ നമ്മൾ ലാംഗ്വേജിൽ എഴുതാം, ആ ഗ്രാമറിനാണ് ശരിക്കും സിൻടാക്സ് എന്ന് പറയുന്നത്. ഏതൊക്കെ സിംബൽ ഇടാം, ഏതൊക്കെ റൂൾസ് എഴുതാം. ഇംഗ്ലീഷിൽ നമുക്ക് ഗ്രാമർ പഠിക്കത്തില്ലേ, അതേപോലെ പഠിക്കുന്ന സംഭവമാണ്. അതേപോലെ കമ്പ്യൂട്ടർ ലാംഗ്വേജിലുള്ള സംഭവമാണ് എന്ത്, സിൻടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിൻടാക്സ് ഇംഗ്ലീഷിലാണെങ്കിലും അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, അലോവബിൾ സിംബൽസ്, റൂൾസ് ഓഫ് കോമ്പിനേഷനുമാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് നൈദറിന് ഓരോന്നിനും ഓരോ റൂൾ പഠിക്കില്ലേ, അതുപോലെ ഇവിടെയാണെങ്കിൽ അലോവബിൾ സിംബൽസ്, റൂൾസ് ഓഫ് കോമ്പിനേഷനാണ്. ഇപ്പോൾ സെമാൻറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിറ്റർമൈൻഡ് ബൈ ഇൻ്റർപ്രിറ്റേഷൻസ് അസൈൻ ടു പ്രെഡിക്കേറ്റ്സ് റാദർ ദാൻ പ്രൊപ്പോസിഷൻസ്. ഇവിടെ ഏതിനാണ് വാല്യൂ നമ്മൾ അസൈൻ ചെയ്യുന്നത്, പ്രെഡിക്കേറ്റ്സിനാണ് നമ്മൾ വാല്യൂ അസൈൻ ചെയ്യുന്നത്. ദിസ് മീൻസ് ദാറ്റ് ഇൻ്റർപ്രിറ്റേഷൻ മസ്റ്റ് ഓൾസോ അസൈൻ വാല്യൂസ് ടു അതർ ടേംസ് ഇൻക്ലൂഡിങ് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ഇൻ്റർപ്രിറ്റേഷൻ വഴി നമ്മൾ ഏതിനൊക്കെ വാല്യൂ അസൈൻ ചെയ്യേണ്ട, ഒരു കോൺസ്റ്റൻറ്റിന് അസൈൻ ചെയ്യേണ്ട, ഒരു വേരിയബിളിന് അസൈൻ ചെയ്യേണ്ട, ഫംഗ്ഷൻസിന് അസൈൻ ചെയ്യേണ്ടത്. കാര്യം എന്താണ്, പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതിനുള്ള ആർഗ്യുമെൻറ്റ്സിൽ ഇതിലെല്ലാം വരാം. അതിൻ്റെ കോൺസിസ്റ്റുവൻസിൽ ഏതൊക്കെ വരാം, കോൺസ്റ്റൻസ് വരാം, വേരിയബിൾസ് വരാം, ഫങ്ഷൻസ് വരാം. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഓഫ് എ പ്രെഡിക്കേറ്റ് മസ്റ്റ് ബി അസൈൻഡ് ബിഫോർ ഇൻ്റർപ്രിറ്റേഷൻ ക്യാൻ ബി മെയ്ഡ്. അപ്പോൾ ഇത്രയാണ് എന്ത്, പ്രെഡിക്കേറ്റ് ലോജിക്കും പ്രൊപ്പോസിഷൻ ലോജിക്കും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ച് നിങ്ങൾ മിനിമം ഇത്രയെങ്കിലും എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ.